ഹായ് 4.5 സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 1130 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ പ്ലാനും ഡിസൈനും അതോടൊപ്പം തന്നെ ആ ഒരു വീട് നിർമ്മിക്കാനായിട്ട് എത്ര കോസ്റ്റ് വരുമെന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഞാൻ ഹനീഫ് ഹരികാസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് ഞങ്ങളുടെ ഓഫീസുകൾ വരുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് കാര്യം ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നേരെ വീട്ടിലേക്ക് കിടക്കാം. ഇത് ഈ വീടിന്റെ 3D പ്ലാൻ ആണ്. ഈ ഭാഗത്തായിട്ട് സെറ്റ് ഔട്ട് വരുന്നുണ്ട്. സെറ്റ് ഔട്ട് നിന്ന് ഈ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് കിടക്കുന്നത്. ഇവിടെ ആയിട്ട് ഡൈനിങ് ഹാൾ വരുന്നുണ്ട്. ഇവിടെ കിച്ചൺ, ഒരു സ്റ്റോർ റൂം, ഒരു വർക്ക് ഏരിയ, ഒരു കോമൺ ബാത്റൂം എന്നിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് ഓപ്പൺ ടെറസിലേക്കുള്ള ഒരു സ്റ്റെയർ റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇവിടെ ഒരു കോമൺ ബാത്റൂം അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ആയിട്ട് മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. വീടിന്റെ 3D പ്ലാനും എലിവേഷൻ ഡിസൈനും കണ്ടല്ലോ. നമുക്ക് ഈ ഒരു വീട് നിർമ്മിക്കാനായിട്ട് എത്ര കോസ്റ്റ് വരും എന്നുള്ളത് നോക്കാം. ഇതിൽ ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിന്റെ മാത്രമായിട്ടുള്ള ഒരു റേറ്റ് ആണ് ഇതിൽ പറയുന്നത്. ഇതിപ്പോൾ ഓപ്പൺ ടെറസിലേക്കുള്ള ഒരു സ്റ്റെയർ റൂം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ ഒഴിവാക്കിയിട്ട് ഗ്രൗണ്ട് ഫ്ലോറിന്റെ മാത്രം 1130 സ്ക്വയർ ഫീറ്റിന്റെ മാത്രമാണ് ഇവിടെ കോസ്റ്റ് ഞാൻ പറയുന്നത്. പിന്നീട് സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്റ്റെയർ റൂം കൂടി ആഡ് ചെയ്തിട്ട് എത്ര വരും എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ട് ഫൗണ്ടേഷൻ 3,92,000 രൂപയാണ് ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1130 സ്ക്വയർ ഫീറ്റിന്റെ ഫൗണ്ടേഷനാണ്. ഇത് റബിൾ ഫൗണ്ടേഷൻ, കരിങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷന്റെ റേറ്റ് ആണ് ഇതിൽ പറയുന്നത്. ഈ അടുത്തതായിട്ട് അതിന്റെ മുകളിൽ വരുന്ന സൂപ്പർ സ്ട്രക്ചർ, അതായത് ബ്രിക്ക് വർക്ക്, ലിൻഡൽ, സൺഷെയ്ഡ് മുതൽ റൂഫ് സ്ലാബ് വരെ, വാർക്ക വരെയുള്ള കോസ്റ്റ് 8,23,000 രൂപയാണ് വരുന്നത്. അടുത്തതായിട്ട് അതിന്റെ ഫിനിഷിംഗ് വർക്കുകൾ, പ്ലാസ്റ്ററിങ്, പെയിന്റിങ്, ടൈൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ഡോർസ് ആൻഡ് വിൻഡോസ്, അങ്ങനെ ആകെ 10,71,000 ആണ് വരുന്നത് ഫിനിഷിങ്ങിന് വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് ഈ ഒരു വീട് നിർമ്മിക്കാനായിട്ട് 22,87,000 രൂപ ചെലവ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ്, അതോടൊപ്പം തന്നെ ഓരോ ഘട്ടങ്ങളിലും എത്രയാണ് അതിന്റെ ചെലവ് വരുന്നത് എന്നുള്ളതും നോക്കാം. ആദ്യമായിട്ട് ഫൗണ്ടേഷനിൽ തന്നെ എർത്ത് വർക്ക് 16,000 രൂപയുടെ അടുത്ത് എർത്ത് വർക്ക് വരുന്നുണ്ട്. അത് നമ്മൾ ഹിറ്റാച്ചി കൊണ്ടുള്ള, അല്ലെങ്കിൽ ചിലപ്പോൾ 1-2 ലേബറും അതിന് വേണ്ടി വന്നേക്കാം. അത് ആ ഒരു സൈറ്റ് കണ്ടീഷൻ അനുസരിച്ച് ഈ ഒരു റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. അടുത്തായിട്ട് കരിങ്കല്ലിന്റെ വർക്ക് 1,57,000 രൂപ വരുന്നുണ്ട്. അത് നമ്മൾ 2-2.5 അടി ഡെപ്തിലേക്ക് വരുന്ന ഫൗണ്ടേഷന്റെ റേറ്റ് ആണ് ഇതിൽ പറയുന്നത്. നമ്മുടെ സൈറ്റ് കണ്ടീഷൻ അനുസരിച്ച് അതിലും വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് കരിങ്കല്ലിന്റെ ഫൗണ്ടേഷൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ അത് ഓരോ സൈറ്റിനനുസരിച്ച് അതിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നീട് അതിന്റെ മുകളിൽ വരുന്ന ബെൽറ്റ് കോൺക്രീറ്റ് 89,000 രൂപ വരുന്നുണ്ട്. എർത്ത് ഫില്ലിങ് 66,000 രൂപ. ഇത് എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ മിക്കപ്പോഴും നമുക്ക് ആ ഒരു പ്ലോട്ടിൽ നിന്ന് തന്നെ ഫൗണ്ടേഷന് വേണ്ടി മണ്ണെടുക്കുന്ന സമയത്ത് ഉള്ള മണ്ണ് തന്നെ ചിലതൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ചില സമയത്ത് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. എങ്കിലും മിക്കവാറും സമയങ്ങളിൽ നമുക്ക് ആ ഒരു പ്ലോട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന മണ്ണ് തന്നെ ആയിരിക്കും യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പുറമേ നിന്ന് കൊണ്ടുവരുന്നതായിട്ട് വരും. ഇതിലിപ്പോൾ ഞാൻ റെഡ് എർത്തിന്റെ റേറ്റ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് PCC 62,000 രൂപ. അതിന്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിന് 62,000 രൂപ. അങ്ങനെയാണ് നമുക്ക് ആകെ 3,92,000 രൂപ ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. ഇനി അതിന്റെ മുകളിലേക്ക് വരുന്ന ബ്രിക്ക് വർക്ക് 3,80,000 രൂപ. ലിൻഡൽ, സൺഷെയ്ഡ് 1,41,000 രൂപ. അതിന് മുകളിൽ വരുന്ന റൂഫ് സ്ലാബ് 3 ലക്ഷം. കോൺക്രീറ്റ് ചെയ്യാനായിട്ട് 3 ലക്ഷം രൂപയാണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇപ്പോൾ റൂഫ് സ്ലാബ് വരെയുള്ള ആ ഒരു സ്റ്റേജിൽ നമുക്ക് 12,15,000 രൂപ ടോട്ടൽ കോസ്റ്റ് വരുന്നുണ്ട്. പ്ലാസ്റ്ററിങ് 2,34,000 രൂപ വരുന്നുണ്ട്. പെയിന്റിങ് 1,79,000. ടൈല് 1,85,000 രൂപയും വരുന്നുണ്ട്. അടുത്തതായിട്ട് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ഒക്കെ ആയിട്ട് 2,48,000 രൂപ വരുന്നുണ്ട്. ഡോർസ് ആൻഡ് വിൻഡോസ് 2,24,000. അപ്പോൾ ആകെ നമുക്ക് 22,87,000 രൂപയും ഈ ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരുന്നത്. ഇനി സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് കിടക്കുമ്പോൾ ഉള്ളൊരു കാര്യം ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്. നമ്മൾ 2 രീതിയിൽ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഇതിൽ ഞാൻ പറയുന്നുണ്ട്. ഒന്ന്, ഈ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമായിട്ട്, അതായത് നമ്മൾ ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ ഉൾപ്പെടുത്താതെയുള്ള ഏരിയ ആണ് 1130 എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റെയർ റൂം കൂടി ചെയ്യുകയാണെങ്കിൽ ഒരു നിയർലി ഒരു 100 സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് ഏരിയ കൂടും. അതായത് 1,230 ഒക്കെ അടുത്തൊക്കെ ആയിട്ട് ഈ ഒരു വീടിന്റെ ഏരിയ കൂടും. അപ്പോൾ നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ സ്റ്റെയർ റൂം ഇല്ലാതെ വരുന്ന ഈ ഒരു വർക്കിന് 2,024 രൂപ പെർ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നുണ്ട്. ഇനി നമ്മൾ ഒരു സ്റ്റെയർ റൂം കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ 1,945 രൂപയായിരിക്കും ഈ വീട് നിർമ്മിക്കുന്നതിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. നമുക്ക് ഈ ഒരു വീടിന്റെ 2D പ്ലാൻ ഒന്ന് കാണാം. തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് ഞങ്ങളുടെ ഓഫീസുകൾ വരുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് കാര്യങ്ങൾ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.